മാർക്കറ്റ് ഏകദേശം ഒരു 123 പോയിൻ്റ് ഡൗൺ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, അത് ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തതാണ്. പോസിറ്റീവ് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ന്യൂസുകളാണ് നോക്കാം. ന്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക തൽക്കാലം സീസ് ഫയർ ഒരു ഡേറ്റ് ലൈൻ, ഒരു ടൈം ലൈൻ ഇല്ലാണ്ട് താൽക്കാലികമായിട്ട് സീസ് ഫയർ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, ഇനി ഇതെന്ന് തീരുന്നുള്ളതാണ്. ക്ലാരിറ്റി ഇല്ല. എന്ന് തീരുന്ന ക്ലാരിറ്റി ഇല്ല. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഏഷ്യൻ വിപണിയെ ഇത് കാര്യമായിട്ട് ബാധിക്കും. ഏഷ്യൻ വിപണിയെ, ഏഷ്യനിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ, പെട്രോളിയം കമ്പനികൾക്ക് എല്ലാം നല്ലതല്ല, പ്രത്യേകിച്ച് റിലയൻസ്. ഓക്കെ, ഗവൺമെൻറ് ഇത് ഇപ്പോഴത്തെ ഒരു ന്യൂസ് കേൾക്കുന്നത്, ഗവൺമെൻറ് എത്തനോൾ 85 പെട്രോൾ കൊണ്ടുവരാൻ പോകുന്നു. എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയാണ്, ക്രൂഡ് ഓയിലിൻ്റെ വില ഇത് താഴത്തേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 85 ഇത് കൺഫേമായി, അല്ലെങ്കിൽ 85 ഇനി കുറേ ദിവസം പോകുന്നുള്ള കാര്യം കൺഫേമായി. ഇതിൻ്റെ ഇടയിൽ കൂടെ റഷ്യ പറയുന്നു ഞങ്ങൾ ഔട്ട്പുട്ട് കുറയ്ക്കാൻ പോകുന്നു, ക്രൂഡ് ഓയിലിൻ്റെ ഔട്ട്പുട്ട് കുറയ്ക്കാൻ പോകുന്നു. അപ്പോൾ വില വീണ്ടും ഈ റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ള റഷ്യയുടെയും ഒരു ബെനിഫിറ്റ് ആവശ്യമായിട്ട് മാറുകയാണ്. ചൈനയെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഈ കടലെടുക്ക് തുറക്കാത്തത് കൊണ്ട് ലോസ് തന്നെയാണ്. എല്ലാ കമ്പനികൾക്കും ബിസിനസ്, ഈ നമ്മളെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ബിസിനസ്സുകളൊക്കെ ഡള്ളാവും. ഓക്കെ, എല്ലാം ഡള്ളാവുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിനെ വളരെ പ്രധാനമായിട്ട് ബാധിക്കുന്നു. നമ്മളെ പ്രധാനപ്പെട്ട കമ്പനികളെ ഗൾഫ് കൺട്രീസിൽ നിന്ന് ബിസിനസ് കുറയുന്നു. ഈ ന്യൂസ് വളരെ നെഗറ്റീവായി. ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിലേക്കും വന്നു. മറ്റൊരു കാര്യം വരുന്നത്, വളരെ പ്രധാനപ്പെട്ട കാര്യം വന്നത്, ഈ പെട്രോൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഞാൻ മറ്റുള്ളതിൽ നിന്ന് കോപ്പി ചെയ്ത് തന്നെയാണ്, പെട്രോൾ എടുക്കുന്നത് ഇറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്, ഇറാന് 15 ദിവസം ഔട്ട്പുട്ട്. ഇപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. 15 ദിവസത്തിനുള്ളിൽ അവരുടെ സ്റ്റോറേജ് ഫുള്ളാവും. ഓക്കെ, സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ അവർ 15 ദിവസങ്ങളിൽ സ്റ്റോറേജ് ഫുള്ളാവുകയാണെങ്കിൽ രണ്ട് രീതിയിൽ വരാം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു കോംപ്രമൈസിന് വേണ്ടി അമേരിക്കയുടെ അടുത്ത് വരാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പമ്പ് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ ഒരു 6 മാസം ടു 1 ഇയർ ഒന്നും പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പഴയ സിസ്റ്റമാണ്, ഡ്രില്ലിംഗ് സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതവർക്ക് വലിയ നഷ്ടമായിട്ട് മാറും. രണ്ട്, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും 15 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അവർ കോംപ്രമൈസിന് വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ മനസ്സിലാക്കുന്നു, മറ്റുള്ള ന്യൂസ് മുഖേന അവിടുത്തെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരുകൾ തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ, അവർക്കൊരു സമയം കൊടുക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡൻറ്റുമാരുമായിട്ടുള്ള ഒരു ബന്ധം അവർക്ക് തീരെയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ യുദ്ധം അവരുടെ കൺട്രോളിലല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കൺട്രോളിലല്ല നിൽക്കുന്നുള്ളത് കൊണ്ട് അതും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ കുറച്ച് സമയം വേണം എന്നുള്ളതാണ്. എന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ അവർക്കും തന്നെ കുറച്ച് സമയം വേണം, അവർക്ക് ആലോചിക്കാനൊരു സമയം കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള നെഗറ്റീവ്, നമ്മളെ സംബന്ധിച്ച് ബിസിനസ് ഡൗൺ ആണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്രോളിൻ്റെ വില ഈ രീതിയിൽ പോകുന്നു, അതുകൊണ്ടുള്ള നഷ്ടം അതുള്ള നഷ്ടം നമുക്ക് നെഗറ്റീവാണ്. അതിനൊപ്പം തന്നെ GCC കണ്ടുള്ള ബിസിനസ് ഡൗൺ ആവുന്നതിന് കാരണമാകും ഇൻഫ്ലേഷൻ കൂടും. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടും. ഇനി അടുത്ത ഇൻഫ്ലേഷൻ്റെ ഒപ്പം തന്നെ 28-ാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്, പെട്രോളിൻ്റെ വില കൂട്ടുമോ എന്നുള്ള ടെൻഷൻ മാർക്കറ്റ് നന്നായിട്ടുണ്ട്. മാർക്കറ്റ് മുമ്പേ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. 2 വെള്ളിയാഴ്ച വൈകുന്നേരം വരുന്ന റിലയൻസ് റിസൾട്ടും മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത്
ചിന്തിക്കുക. ഇത്രയൊക്കെയാണ് നമുക്കൊരു മാർക്കറ്റ് ഐഡിയ തരാവുന്നതാണ്. പക്ഷേ ഇത്രയും വലിയ ന്യൂസുകൾ മുമ്പേ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രത്തെ പോയിൻ്റ് താഴത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് കൺഫ്യൂസ് ആവുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇത്രയും പോയിൻ്റ് 123 പോയിൻ്റ് ഇത്തിരി ഓവറായിട്ട് തോന്നുന്നു. അതിന് മാത്രമുള്ള ക്രാഷുകളൊന്നും എവിടെയുമില്ല. അടുത്തത് എത്തനോൾ ബേസ്ഡുള്ള ഫ്യൂവൽ വരുന്നു എന്നുള്ളത് 80% പെട്രോളും ബാക്കിയുള്ളത് എത്തനോളും മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ വരുന്നു എന്ന് പറയുന്നത് തന്നെ മാർക്കറ്റിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഓട്ടോ സെക്ടറിൽ ഇത് വലിയൊരു വിഷയം. ഓട്ടോ സെക്ടർ ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ, ഈ സെക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ ബേസിക്കലി ഇതിലൊരു വേറെ രസകരമായ വസ്തുത 85 വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പെട്രോൾ 3 തരത്തിലുള്ള പെട്രോൾ ഉണ്ടാവും. എന്നുവെച്ചാൽ മിക്സ് അല്ല ഉദ്ദേശിക്കുന്നത്. പഴയ പെട്രോൾ ഉണ്ടാവും, പഴയ പെട്രോൾ പോകുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പുതിയ മോഡൽ പെട്രോൾ കൂടിയും വരികയാണ്. സത്യം പറഞ്ഞാൽ പെട്രോളിന് വില കൂട്ടിയതിന് തുല്യമായിട്ടാണ് ഇതിന് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് പെട്രോളിന് വില കൂട്ടിയ പോലെയാണ്. കാരണം നല്ല പെട്രോളുകൾ ഇതിനനുസരിച്ച് കാറുകളും ബസ്സുകളൊന്നും ഇതിനു വേണ്ടിയുള്ള ട്രക്കുകൾ ഇത് ആയിട്ടില്ല. ഈ എത്തനോൾ 85ൻ്റെ വേണ്ടി ആയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു സിസ്റ്റം അല്ലെങ്കിൽ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റ് ഫ്യൂച്ചറാണ് നോക്കുന്നത്. വന്നിട്ടൊന്നുമില്ലെങ്കിലും ഫ്യൂച്ചർ മാർക്കറ്റ് ഡീൽ ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ പെട്രോളിന് വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യത വീണ്ടും ഇത് റിമാർക്ക് ചെയ്യുകയാണ്. ഇൻഫ്ലേഷൻ കൂട്ടാനുള്ള വർക്കാണ്. പെട്രോളിന് വില കൂടുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ വില കുറഞ്ഞ പെട്രോൾ വന്നാലും നല്ല പെട്രോൾ, വില കൂടിയ പെട്രോൾ നമുക്ക് വാങ്ങേണ്ടി വരും. വില കുറഞ്ഞ പെട്രോൾ വാങ്ങുന്നവരുണ്ടാവെങ്കിലും വില കൂടിയ പെട്രോളിലും പെർഫോമൻസ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടുന്നുള്ള ന്യൂസും പല രീതിയിൽ നിന്ന് വരുന്നുള്ളതുകൊണ്ട് അതൊരു നെഗറ്റീവ് ട്രെൻഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു സേർട്ടൻ ന്യൂസിൻ്റെ ഇമ്പാക്റ്റായിട്ട് ഇപ്പോൾ കണ്ടാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ 1-2 ദിവസത്തേക്ക് ഈ ഒരു ന്യൂസ് കത്തിപ്പടരുമ്പോഴുള്ള ചർച്ചകൾക്ക് ഭാഗമായിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്, മാർക്കറ്റ് സൈഡ് വേസിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു ന്യൂസ് കൊടുത്തു ഗവൺമെൻറ്. അടുത്ത് എത്തനോൾ കമ്പനികളൊന്നും നമുക്ക് നോക്കാം. ഈ സമയത്താണല്ലോ എത്തനോളിൻ്റെ ഓരോ കമ്പനി നമുക്ക് പരിചയമുള്ളത് ഉണ്ടാവും, എല്ലാം ശ്രദ്ധിക്കാവുന്ന കൗണ്ടുകൾ നോക്കാം. അപ്പോൾ ഓരോ കൗണ്ടുകൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വളരെ സെലക്റ്റീവായിരിക്കും. ഇത് പേരി ഒക്കെ ശ്രദ്ധിക്കേണ്ട കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ ഷുഗർ സ്റ്റോക്കുകളാണ്. ഇതൊക്കെ ഷുഗറിൽ നിന്നാണല്ലോ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോ കമ്പനികളും ഞാൻ സെലക്ട് ചെയ്യുക. രേണുക, ബജാജ് ഹിന്ദ് ഉണ്ട്. ഓക്കെ, ബജാജ് ഹിന്ദ് ഷെയർസുകളുണ്ട്, ബജാജ് എല്ലാം ചിന്നി. അപ്പോൾ ഒരുപാട് കമ്പനികൾ നിൽക്കുന്നുണ്ട്. എല്ലാം വാച്ച് ചെയ്യാവുന്നതാണ് മൂവ്മെൻറ്റ്സുകൾ. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. എത്തനോൾ സ്റ്റോക്സ്ന്നോ അല്ലെങ്കിൽ ഷുഗർ സ്റ്റോക്സ്ന്നോ ഒക്കെ അടിച്ചാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ കിട്ടുന്നതാണ് കമ്പനികൾ. ഇതിൻ്റെ കൂടെ എത്തനോൾ ഉണ്ടാക്കുന്നതിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് ഗഡ്കരിയുടെ മകൻ്റെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഫണ്ടമെൻ്റൽ വർക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ലാതെ തോന്നുന്ന ചില സന്ദർഭങ്ങളാണിത്. ഇന്നലെ ഇതുപോലെ തന്നെ INR മോശമായാൽ മാർക്കറ്റ് മോശമാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. INR മോശമാകുകയാണെങ്കിൽ അപ്പോൾ INRൽ ഇന്നലെ കുറച്ച് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴും ഇന്നലെ പ്ലസ് ആയിട്ടാണ് INRന് ഇന്ത്യൻ റുപ്പി മോശമായെന്ന അവസ്ഥയിൽ പോലും മാർക്കറ്റ് റിക്കവർ ചെയ്തു. ആ സമയം ഇന്ന് വീണ്ടും ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് മോശം സിറ്റുവേഷൻ തന്നെയാണ്. ഇത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പരിപാടിയാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ തന്നെ നോക്കിക്കൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ 93.59. അപ്പോൾ ഇനി വീണ്ടും ഇന്ന് നാളേക്ക് ഒരു 94ലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക എന്താണ് സിറ്റുവേഷൻ. അപ്പോൾ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ തന്നെ മതി മാർക്കറ്റ് താഴത്തേക്ക് പോവുക. പിന്നെ എന്തുകൊണ്ട് തിരിച്ച് മാർക്കറ്റ്. അപ്പോൾ ഈ നമ്മളെ കുറേ പഠിപ്പിക്കുന്ന മഹാന്മാരുണ്ടല്ലോ, ഇത് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ, അവരാണോ ശരി ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് ചാനൽസുകൾ, ഒരുപാട് മലയാളം വീഡിയോസുകൾ എല്ലാം വരുന്നത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ 20,000 25,000 അല്ലെങ്കിൽ 50,000 മേടിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പഠിക്കുന്നതൊന്നും മാർക്കറ്റിൽ കാണാറില്ല. ഇന്നലെ നമ്മളെ പഠിപ്പനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് പൊട്ടണം. ഓക്കെ, പൊട്ടുന്നില്ല, അതൊരു ദിവസം അതിൻ്റെ പൊട്ടണം. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സുകൾ അതുപോലത്തെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ഇവരുടെ കൺട്രോളിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു എത്തും പിടിയും എപ്പോഴും കിട്ടില്ല, ഈ മാർക്കറ്റ് എപ്പോഴും എത്തും പിടി കിട്ടാത്തൊരു മാർക്കറ്റായിട്ട് മാറുന്നതും ക്ലയൻറ്റുകളുടെ കാശ് പോകുന്നതും. ഇതിന് ഒരു വിധത്തിലുള്ള ടൂളുകൾ തന്നാലും, എന്ത് ടൂള് തന്നാലും, ഏതൊക്കെ കോഴ്സിന് നിങ്ങൾ പോയി പഠിച്ചാലും, ഏത് കോഴ്സ്, ഇവരൊക്കെ ഉദ്ദേശം കോഴ്സിൽ കൂടെ കാശുണ്ടാക്കാമെന്ന് മാത്രമല്ലാണ്ട് ഇവർ ചെയ്ത ബിസിനസ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവർക്ക് തരാൻ പറ്റില്ല. അത് വേറെ ഏതെങ്കിലും ആളുടെ പേരിലായിരിക്കും ആ ഡീറ്റെയിൽസും, അതൊക്കെ എഡിറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വിജയിച്ചോളും, അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഷോർട്ട് ടൈം കളിക്കുന്നവരെ സംബന്ധിച്ചും ഒരു ഐഡിയയും എല്ലാ ടൈമും ശരിയാവണമെന്നില്ല. അപ്പോൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്ന ഇതെന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ടിപ്പ് കമ്പനികൾ, ആൽഗോ ട്രേഡിംഗ് കമ്പനികൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് എല്ലാ കമ്പനികളും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരികളിൽ കൂടെ മാത്രം നീങ്ങുക. ഒരുപാട് വീഡിയോകൾ കാണുക, ചിലപ്പോൾ കുറച്ച് നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എന്തെങ്കിലും ഒരു ഓഫർ തരുത്തല്ലെങ്കിൽ എല്ലാവർക്കും അറിവാണ്, അവർക്ക് അറിവുണ്ട്, ഇതുവരെയും വേറെ ആർക്കും ഇവിടെ കേരളത്തിൽ അറിവുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിവുണ്ടായിട്ടില്ല എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന നല്ല വർത്തമാനം പറയുന്ന ആൾക്കാരെയുള്ള നിങ്ങൾ വിടുക. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം സ്പെക്കുലേറ്റഡ് ആണ്. ഇവിടെ തട്ടിപ്പിൻ്റെ വശങ്ങൾ വളരെയുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും നോക്കുക. ട്രേഡിങ്ങിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുപോലെയുള്ള റിസ്ക് സമയങ്ങളിൽ നൈറ്റിൽ പൊസിഷൻ കൊണ്ടുപോകുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റയിൽ ഇന്നലെ ചെറിയ സെല്ലിംഗ് ആണല്ലോ, ഇതൊന്നും ചെറിയ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ. പക്ഷേ നമുക്കിന്ന് വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. കാരണം ഈ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന പുതിയ നയങ്ങൾ, അതൊക്കെ പുതിയ നയങ്ങൾ മാർക്കറ്റിലേക്ക് അവർ കൊണ്ടുവന്ന ഈ എത്തനോളിൻ്റെ സിസ്റ്റം ഒക്കെ, ഇതിനെക്കുറിച്ച് നോളജ് FIIs എടുത്ത്, അതുപോലെ ഇന്ത്യ റുപ്പി മോശമാവുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ വീണ്ടും സെൽ ഓഫുകൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. മാർക്കറ്റ് ഓൾറെഡി ഒരു ബൗൺസ് ബാക്ക് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു 5 to 7% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബുക്കിംഗ് വന്നുകൂടാന്നില്ല. റിസൾട്ട് കളർ റിലയൻസിൻ്റെ റിസൾട്ട് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുക. ഞാൻ ഈ ആഴ്ച പോസിറ്റീവ് ട്രെൻഡാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ന്യൂസുകൾ, റുപ്പി മോശമാവുന്നത്, ഇങ്ങനത്തെ ന്യൂസുകളും, പെട്രോളിൻ്റെ വില ഫിക്സായിട്ട് നിൽക്കുന്നതും, ഹോർമൂസ് കണ്ടിന്യൂസ് ബ്ലോക്കായി കിടക്കുന്നതും, ഇതൊന്നും നമുക്ക് ഹാപ്പിനെസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം. മാർക്കറ്റ് സൈഡ് വൈസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് സ്പെക്കുലേറ്റീവായിട്ട് മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.